ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധീഷും ഹരീഷും കൂടെ സുഭാഷിനുള്ള ജാതകം ഉണ്ടാക്കുന്നുണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട്. ഡേറ്റും സമയമൊന്നും അറിയില്ല, പക്ഷേ ജ്യോത്സ്യൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ജാതകം ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പെണ്ണ് വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്കാണ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് സുഭാഷിനെ പണി ചെയ്യുന്നിടത്ത് കൂട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അച്ഛൻ ഈ വീട്ടിലുണ്ടാവണം അവർ വരുമ്പോൾ. അപ്പോൾ ഭാസ്കരൻ പറയേണ്ടത് ഇതൊക്കെ നേരത്തെ അറിയിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ചൂടാവുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിവിടെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒന്നിവിടെ നിൽക്കാൻ പറഞ്ഞത്, അത് നേരത്തെ കൂട്ടി അറിയിച്ചില്ലെന്നാണോ പറയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു അച്ഛനെ അന്വേഷിച്ചാൽ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടത് നിധിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. രാഹുകാലം കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ്, രാഹുകാലം തുടങ്ങിയിട്ട് ഇറങ്ങാം വണ്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. 4 മണി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് പോയി വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ 4 മണിയായതും അവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് സുഭാഷിനെ ഇതാണ് ചെക്കൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ജ്യോത്സ്യനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് തീരുമാനിക്കുകയുള്ളൂ. ജാതകം ചേർന്നാൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ, ഞങ്ങൾ അതൊക്കെ നോക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് പോയിട്ട് ജാതകം ഉണ്ടാക്കിച്ചത് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയതും പറയുന്നുണ്ട് ഇത് ചേരില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോഴാണ് ഭാസ്കരന് ഓർമ്മ വരുന്നത്, നേരത്തെ ഞാൻ ഇവനൊരു ജാതകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇവരെന്നല്ല എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കത് ഓർമ്മ വന്നില്ല, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാനത് എടുത്തിട്ട് വരാം, നല്ലൊരു പണിക്കർ ഉണ്ടാക്കിയതാണ് എൻ്റെ ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അയാൾ അത് നോക്കിയതും പറഞ്ഞു പെൺകുട്ടിക്ക് ഈ ജാതകം ചേരില്ല, പെൺകുട്ടിക്ക് നമ്മുടെ കുട്ടിക്ക് മാത്രമല്ല ഈ നാളുകാരനൊരു ദോഷമുണ്ട്, ഈ നാളുകാരൻ എവിടെ ഇരിക്കുന്നു അവിടെ പെൺകുട്ടി വാഴില്ല എന്ന് പറഞ്ഞ് ഇയാൾക്കും പെൺകുട്ടി വാഴില്ല എന്നാണ് ഇതിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ പോയതും ഇവൻ്റെ ജാതക ദോഷം കൊണ്ടായിരിക്കും, ഞാൻ വിചാരിച്ചത് എൻ്റെ ദോഷം കൊണ്ടാണെന്നാണല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടതും എല്ലാവർക്കും സുധീഷിനും ഹരീഷിനും നികേഷിനും നിധിക്കൊക്കെ സങ്കടമാവുന്നുണ്ട്. സുഭാഷിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്, കണ്ണൊക്കെ കലങ്ങിയ പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ പറയുന്നുണ്ട്, ജ്യോത്സ്യൻ പറയുന്നത് ഞങ്ങൾ കേൾക്കുള്ളൂ, അതുകൊണ്ട് ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. ഭാസ്കരൻ സുഭാഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ കാരണമാണ് എൻ്റെ കുടുംബവും പെണ്ണ് വാഴാതെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സുഭാഷ് ആകെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ സുധീഷും ഹരീഷൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ, ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ട, അതൊന്നും ശരിയല്ല, പെണ്ണ് വാഴുകയൊക്കെ ചെയ്യും, ഞങ്ങളാണ് പ്രശ്നം, ഞങ്ങൾ ജാതകം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിക്കുന്നുണ്ട്. സുഭാഷാണെങ്കിൽ അങ്ങനെ റൂമിൽ പോയിരുന്നിട്ട് ഒരേ കരച്ചിലാണ്. ഭയങ്കര ആൾക്ക് ഇതെല്ലാം കേട്ടപ്പോൾ സങ്കടം വന്നു. നേരത്തെ ഉണ്ടായ കാര്യങ്ങളും പെണ്ണുങ്ങൾ വാഴാത്തതാണ് എന്നുള്ളതൊക്കെ ഓർത്തിട്ട് സുഭാഷ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.